തള്ളു മാത്രമുള്ള കമ്മി ബഡ്ജറ്റ് ഒറ്റനോട്ടത്തിൽ. ധനമന്ത്രിമാരുടെ കാലാകാലങ്ങളായുള്ള ബഡ്ജറ്റ് തള്ളുകൾ കേട്ട് കേരള ജനതയ്ക്ക് വലിയ ആവേശമൊന്നും ഇപ്പോൾ ഉണ്ടാകാറില്ല. കാരണം ഇത് ഓരോ സാമ്പത്തിക വർഷത്തിലും നടക്കുന്ന വെറുമൊരു താരിപ്പ് എന്നതിലുപരി ഇതിലൊരു യാതൊരു കഴമ്പുമില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. KM മാണി ധനമന്ത്രിയായിരുന്നപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി ഒരാഴ്ച മുമ്പേ കോവളം ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് പ്രസവത്തിന് മുന്നോടിയായി ഗർഭിണികൾ കാട്ടുന്ന ആ ചേഷ്ടകളൊക്കെ കാണിച്ച് വേദന അഭിനയിച്ച് ഉദയസൂര്യനെ നോക്കി നിൽക്കുന്ന ആ പടമൊക്കെ മാധ്യമങ്ങളിൽ വരുന്നത് ഓർത്തുപോകുന്നു. ഇന്ന് എന്തായാലും ഇത്തരം ബിൽഡപ്പ് ഒന്നുമില്ലാതെ മുണ്ടും മടക്കിക്കുത്തി ടാബും കഷത്തിൽ വെച്ച് വന്ന് ബാലഗോപാൽ സംഗതി വല്ലവിധേനയും വായിച്ചു പെട്ടെന്ന് വീട്ടിൽ പോയി. ധനമന്ത്രി ബാലഗോപാലോ ധനകാര്യ വകുപ്പോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത ഡയമെൻഷൻസ് ഇനി ഇന്നത്തെ അന്ത്യചർച്ചകളിൽ നമുക്ക് സഹിക്കാം. അന്തംകമ്പി സർക്കാരിൻ്റെ ഈ അവസാന ബഡ്ജറ്റിനെ, ബാലഗോപാലിൻ്റെ 5ാമത്തെ ബഡ്ജറ്റിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം: ഗുണവും മണവുമില്ലാത്ത, ചുമ്മാ കുറെ പദ്ധതി പ്രഖ്യാപനങ്ങളുള്ള, ഒട്ടും ജനപ്രിയമല്ലാത്ത കമ്മി ബഡ്ജറ്റ്. അടിപടലം വെട്ടുക, ജയിലിൽ പോയാലും ശരി കൊലയോടെ കൊണ്ടുപോവുക എന്ന ലക്ഷ്യം വെച്ച് മാത്രമുള്ള ഒരു ബഡ്ജറ്റ്. ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് അവതരണം കേട്ട് അടുത്തിരുന്ന രാജ്യം പോലും ചിരിച്ചുപോയി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ പടിവാതുക്കൽ എത്തി നിൽക്കവേ സാധാരണ ജനങ്ങളെ സുഖിപ്പിക്കുവാൻ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയും എന്തെങ്കിലും സൂത്രപ്പണികൾ ഫ്രില്ലായി പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് കരുതിയെങ്കിലും ഒന്നും ഉണ്ടായില്ല. എന്നാൽ കൊല്ലം, കൊട്ടാരക്കര, കണ്ണൂർ മേഖലകളിൽ വാരിക്കോരി കൊടുത്ത ആ പ്രത്യേക സ്നേഹവും നാം കാണാതെ പോകരുത്. ഇനി എങ്ങാനും തുടർഭരണം കിട്ടിയാൽ, വലിയ തള്ളിമറിക്കലുകൾ നടത്തിയാൽ അത് ബൂമറാങ് ആകും എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഒരു ന്യൂട്രൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ജനോപകാരപ്രദമല്ലെങ്കിലും അവസാന ബഡ്ജറ്റ് എന്ന നിലയിൽ അടിപടലം വെട്ടാനും കമ്മീഷൻ അടിക്കുവാനും സാധ്യതയുള്ള പദ്ധതികൾക്ക് ആവശ്യത്തിലധികം തുക വകയിരുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. അന്തംകമ്പി പാർട്ടിക്കും നേതാക്കന്മാർക്കും ഇടനിലക്കാർക്കും അവരുടെ സിൽബന്ധികൾക്കും മാത്രം നേട്ടമുണ്ടാക്കുവാൻ പറ്റുന്ന കേരള ബഡ്ജറ്റ് 2025-2026 ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. 1,52,352 കോടി രൂപ റവന്യൂ വരവും 1,79,476 കോടി രൂപ റവന്യൂ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ്. എഫക്റ്റീവ് മൂലധന ചെലവ് 26,968 കോടി രൂപ. റവന്യൂ കമ്മി 27,125 കോടി രൂപ. അതായത് സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1.9%. ധനക്കമ്മി 45,089 കോടി രൂപ. ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3.16%. റവന്യൂ വരുമാനത്തിൽ 19,422 കോടി രൂപയുടെ വർധനവ് പ്രതീക്ഷിക്കുന്നു. തനത് നികുതി വരുമാനത്തിൽ 9,888 കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ 1,240 കോടി രൂപയുടെയും വർധനവ് ലക്ഷ്യമിടുന്നു. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ വിതരണം ചെയ്യും. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അവ PF-ൽ ലയിപ്പിക്കും. DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്ക്-ഇൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകും. സംസ്ഥാനത്തെ ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം 5% വർദ്ധിപ്പിക്കും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയ്ക്ക് 2% പലിശ ഇളവ് നൽകും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തി. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമാശ്വാസം 2025 ഏപ്രിൽ മാസം നൽകും. വയനാട് പുനരധിവാസത്തിന് 750 കോടി രൂപയുടെ പദ്ധതി. തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 2025-2026 തുടക്കമാകും. ലൈഫ് മിഷന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിൽ 1 ലക്ഷം വ്യക്തിഗത ഭവനങ്ങളും 19 ഭവന സമുച്ചയങ്ങളും ഇതിനായി 1,160 കോടി രൂപ നീക്കിവെക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബജറ്റ് വിഹിതം 15,980.49 കോടി രൂപ. 774.99 കോടി രൂപയുടെ വർധനവ്. പദ്ധതി വിഹിതം 28% ഉയർത്തും. ആരോഗ്യമേഖലയ്ക്ക് 1,431.73 കോടി രൂപ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 700 കോടി രൂപ. റോഡുകൾക്കും പാലങ്ങൾക്കുമായി 4,219.41 കോടി രൂപ. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസന ഇടനാഴിക്ക് 1,000 കോടി രൂപ. വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ സ്വാധീന മേഖലയുടെ സാമ്പത്തിക വികസനത്തിന് 500 കോടി രൂപ. ഡിജിറ്റൽ സയൻസ് പാർക്കിന് സ്ഥിരം ക്യാമ്പസിന് 212 കോടി രൂപ. കേരളത്തിൽ GPU ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതിന് സ്റ്റാർട്ടപ്പ് മിഷന് 10 കോടി രൂപ. കൊല്ലം IT പാർക്കിന്റെ ആദ്യഘട്ടം 2025-2026 പൂർത്തിയാകും. കൊട്ടാരക്കരയിൽ പുതിയ IT പാർക്ക്. ഏജന്റിക് ഹാക്കത്തോൺ സംഘാടനത്തിന് 1 കോടി രൂപ. സംസ്ഥാന മാധ്യമ അവാർഡ് തുകകൾ ഇരട്ടിയാക്കി.
മാധ്യമപ്രവർത്തന മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാര തുക 1 ലക്ഷം രൂപയിൽ നിന്ന് 1.5 ലക്ഷം രൂപ ആയി ഉയർത്തി. കോവളം, മൂന്നാർ, കുമരകം, ഫോർട്ട് കൊച്ചി മേഖലകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളെ പ്രയോജനപ്പെടുത്തി ടൂറിസം വികസനത്തിന് കെ ഹോംസ് പദ്ധതി. പ്രാരംഭ ചിലവുകൾക്ക് 5 കോടി. കോവർക്കിംഗ് സ്പേസുകൾ നിർമ്മിക്കുവാൻ വായ്പാ പദ്ധതിക്ക് പലിശ സബ്സിഡി നൽകുവാൻ 10 കോടി രൂപ. ഹൈഡ്രജൻ ഉൽപാദനത്തിന് ഹൈഡ്രജൻ വാലി പദ്ധതി. എത്തനോൾ ഉൽപാദന സാധ്യതകൾ പഠിക്കുവാൻ 10 കോടി. കൊച്ചി സുസ്ഥിര നഗരഭൂമി പുനഃക്രമീകരണ പദ്ധതിക്ക് 10 കോടി രൂപ. മുതിർന്ന പൗരന്മാർക്ക് പുതുസംരംഭങ്ങൾ തുടങ്ങുവാൻ ന്യൂ ഇന്നിംഗ്സ് പദ്ധതിക്ക് 5 കോടി. കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ മാറ്റിവാങ്ങുവാൻ 100 കോടി രൂപ. വിളപരിപാലനത്തിന് 535.90 കോടി രൂപ. വിലക്കയറ്റം തടയുവാൻ വിപണി ഇടപെടലുകൾക്ക് 2063 കോടി രൂപ. കേര പദ്ധതിക്ക് 100 കോടി രൂപ. നെൽകൃഷി വികസനത്തിന് 150 കോടി രൂപ. നാളികേര വികസനത്തിന് 73 കോടി രൂപ. മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 72.99 കോടി രൂപ. മൃഗസംരക്ഷണ മേഖലയ്ക്ക് 317.9 കോടി രൂപ. ക്ഷീരവികസനത്തിന് 120.93 കോടി രൂപ. എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി 130 കോടി രൂപ ചെലവിൽ കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിൽ ഗ്ലോബൽ ഡയറി വില്ലേജ്. തീരദേശ മേഖലയുടെ സമഗ്ര വികസനത്തിന് 100 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്. കൊല്ലം നീണ്ടകരയിൽ വലനിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുവാൻ 5 കോടി രൂപ. പുനർഗേഹം പദ്ധതിക്ക് 60 കോടി രൂപ. 2.36 ലക്ഷം മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി. മത്സ്യത്തൊഴിലാളികളുടെ വീട് നവീകരണത്തിന് 10 കോടി. വന്യജീവി ആക്രമണം കുറയ്ക്കുവാൻ വനസംരക്ഷണ പദ്ധതിക്ക് 75 കോടി രൂപ. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന് 2 കോടി രൂപ. പെരിയാർ, ആനമുടി, നിലമ്പൂർ, വയനാട് ആന സങ്കേതങ്ങൾക്ക് 3.5 കോടി രൂപ. ഗ്രാമവികസന മേഖലയ്ക്ക് 7099 കോടി രൂപ. നടപ്പ് വർഷത്തേക്കാൾ 599 കോടി രൂപ അധികം നീക്കിവെച്ചിട്ടുണ്ട്. ലക്ഷ്യം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അടുത്ത വർഷം 10.50 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കും. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയ്ക്ക് സംസ്ഥാന വിഹിതമായി 80 കോടി രൂപ. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇൻഫർമേഷൻ സെന്റർ 2 കോടി രൂപ. അതിദരിദ്രമല്ലാത്ത കേരളം പദ്ധതിക്ക് ഗ്യാപ് ഫണ്ടായി 60 കോടി രൂപ. മെട്രോപൊളിറ്റൻ നഗരവികസനത്തിന് കൗൺസിൽ രൂപീകരിക്കും. ഗ്രാമീണ ഉപജീവന മിഷൻ പദ്ധതികൾക്ക് സംസ്ഥാന വിഹിതം 56 കോടി രൂപ. കുടുംബശ്രീ മിഷന് 270 കോടി രൂപ. വയനാട് പാക്കേജിന് 85 കോടി രൂപ. ജലസേചനം, വെള്ളപ്പൊക്ക നിയന്ത്രണം, തീരദേശ സംരക്ഷണം എന്നീ പ്രവർത്തനങ്ങൾക്ക് 610 കോടി രൂപ. അരൂർ മേഖലയിൽ വേമ്പനാട്ട് കായലിന്റെ ആഴം കൂട്ടുവാൻ 10 കോടി രൂപ. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തനങ്ങൾക്ക് 57 കോടി രൂപ. ഊർജ്ജ മേഖലയ്ക്ക് 1157 കോടി രൂപയുടെ വകയിരുത്തൽ. വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ പമ്പ്സ് ആൻഡ് സ്റ്റോറേജ് പദ്ധതിക്ക് 100 കോടി രൂപ. പാരമ്പര്യേതര ഊർജ്ജ മേഖലയ്ക്ക് 67.96 കോടി രൂപ. വിദൂര ആദിവാസി ഗ്രാമങ്ങളുടെ വൈദ്യുതീകരണത്തിന് 5 കോടി രൂപ. പട്ടികവർഗ ഗോത്ര നഗറുകളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുവാൻ 5 കോടി രൂപ. വ്യവസായ മേഖലയ്ക്ക് ആകെ 1831.36 കോടി രൂപയുടെ വകയിരുത്തൽ. ചെറുകിട വ്യവസായ മേഖലയ്ക്ക് 254.98 കോടി രൂപ നീക്കിവെച്ചു. വയനാട് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 3 കോടി രൂപ. വാണിജ്യ മേഖലയുടെ വികസനത്തിന് മറ്റൊരു 7 കോടി രൂപയും കൂടി. കരകൗശല വ്യവസായ മേഖലയ്ക്ക് 4.11 കോടി രൂപ. കൈത്തറി യന്ത്രത്തറി മേഖലയ്ക്ക് ആകെ 56.89 കോടി രൂപ. ഹാൻഡെക്സിന് പുതിയ പുനരുജ്ജീവന പദ്ധതി 20 കോടി രൂപ നീക്കിവെച്ചു. കൈത്തറി സഹകരണ സംഘങ്ങളുടെ പുനരുദ്ധാനത്തിന് 3 കോടി രൂപ. കയർ മേഖലയ്ക്കാകെ 107.64 കോടി രൂപ. കശുവണ്ടി മേഖല പുനരുജ്ജീവന ഫണ്ടായി 30 കോടി രൂപ. കശുവണ്ടി ഉൽപാദന വൈവിധ്യവൽക്കരണത്തിന് 5 കോടി രൂപ. ഇടത്തരം വൻകിട വ്യവസായങ്ങൾക്ക് 795.09 കോടി രൂപ. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സ്റ്റാർട്ടപ്പുകളുടെയും സ്വയം പര്യാപ്തതയും ശാക്തീകരണവും ഉറപ്പാക്കുവാൻ മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായ പദ്ധതിക്ക് 9 കോടി രൂപ. പീഡിത വ്യവസായങ്ങളുടെ പുനരുജ്ജീവനത്തിന് പുതിയ പദ്ധതി 4 കോടി രൂപ വകയിരുത്തി. കൊച്ചി പാലക്കാട് ഹൈടെക് വ്യവസായ ഇടനാഴിക്ക് 200 കോടി രൂപ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമഗ്ര സാമ്പത്തിക പുനഃസംഘടനാ പദ്ധതിക്ക് 275.10 കോടി രൂപ. കൊല്ലം ജില്ലയിൽ പുതിയ വ്യവസായ ഫുഡ് പാർക്കിന് പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ. IT മേഖലയ്ക്കാകെ 517.64 കോടി രൂപയുടെ വകയിരുത്തൽ. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫണ്ടിലേക്ക് 10 കോടി രൂപ അധികം വകയിരുത്തി. ഫിൻടെക് മേഖലാ വികസനത്തിന് 10 കോടി രൂപ. ഗതാഗത മേഖലയ്ക്കാകെ 2065.01 കോടി രൂപ. IT പാർക്കുകൾക്കായി 54.60 കോടി രൂപ. നോൺ മേജർ തുറമുഖങ്ങളുടെ വികസനത്തിന് 65 കോടി രൂപ. ഹൈദരാബാദിൽ കേരള ഹൗസ് സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ. കൊല്ലത്ത് മറീന സ്ഥാപിക്കുവാൻ 5 കോടി രൂപ. കോഴിക്കോട് ജില്ലയിൽ പുതിയ ബയോളജിക്കൽ പാർക്കിന് 5 കോടി രൂപ.
കൊല്ലം ശാസ്താംകോട്ടയിൽ ഇക്കോ ടൂറിസം പദ്ധതിക്ക് 1 കോടി രൂപ. പൊന്മുടിയിൽ റോപ്പ് വേ സാധ്യതാ പഠനത്തിന് 50 ലക്ഷം രൂപ. ട്രക്കിംഗ് പ്രോത്സാഹിപ്പിക്കുവാൻ വനയാത്രാ പദ്ധതിക്ക് 3 കോടി രൂപ. സൂപ്പർ കമ്പ്യൂട്ടിംഗ് കേന്ദ്രം സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ. 500 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കൂടി നെറ്റ് സീറോ കാർബൺ പദ്ധതി. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാകെ 2391.13 കോടി രൂപ. സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് 150.34 കോടി രൂപ. ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ ആധുനിക കാത്ത് ലാബുകൾക്ക് 45 കോടി രൂപ. NHM പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 100 കോടി രൂപ. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഇൻകം സപ്പോർട്ട് 100 കോടി രൂപ. ഹജ്ജ് ഹൗസിന് 5 കോടി രൂപ. തൃശൂർ പൂരപ്പറമ്പ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക പദ്ധതി. നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തിയ അടിസ്ഥാന വികസന പദ്ധതികൾ 800 കോടി രൂപ. പൊതുവിദ്യാലയങ്ങളിൽ നാപ്കിൻ ഇൻസിനറേറ്റർ സ്ഥാപിക്കുന്നതിന് 2 കോടി രൂപ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥിനികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും മെൻസ്ട്രുവൽ കപ്പ് നൽകുന്നതിന് 3 കോടി രൂപ. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് പിൽഗ്രിം ഹൗസും അമ്യൂണിറ്റി സെന്ററും നിർമ്മിക്കുവാൻ 5 കോടി രൂപ. ആറന്മുള വള്ളംകളിയുടെ പ്രധാന പവലിയൻ നിർമ്മാണത്തിന് 2 കോടി രൂപ. പോലീസ് വകുപ്പിന്റെ ആധുനികവൽക്കരണത്തിന് 104 കോടി രൂപ. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് 1000 കോടി രൂപ. അങ്ങനെ വമ്പൻ വെട്ടിനുള്ള പദ്ധതികൾക്ക് ആവശ്യത്തിന് പണം വകയിരുത്തി അന്തംഗമ്പി സർക്കാരിന്റെ ഒടുക്കത്തെ കടുംവെട്ട് ബഡ്ജറ്റ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.